മൂന്നാം ദിനം ആദ്യ സെഷനിൽ തന്നെ ശേഷിച്ച 3 ഓസ്ട്രേലിയൻ വിക്കറ്റുകൾ ഇന്ത്യ നേടിയപ്പോൾ തന്നെ ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും സ്ഥിതിയെന്ന് ഏറെക്കുറെ വ്യക്തമായിരുന്നു. ഇടയ്ക്കിടെ രസം കൊല്ലിയായി മഴയെത്തിയെങ്കിലും മത്സരം നടന്ന 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ന് 7 വിക്കറ്റുകൾ വീണ് കഴിഞ്ഞു. 3 ഓസ്ട്രേലിയൻ വിക്കറ്റും 4 ഇന്ത്യൻ വിക്കറ്റും. ടോസ് നേടി ബൗളിംഗ് എടുത്തത് ഇന്ത്യക്ക് തിരിച്ചടിയായെന്ന് വ്യക്തം. വെറും 17 ഓവറിനുള്ളിൽ ഇന്ത്യയുടെ 4 വിക്കറ്റുകളാണ് നഷ്ടമായിരിക്കുന്നത്. 51 റൺസാണ് സ്കോർ ബോർഡിലുള്ളത്. ഇതിൽ 33 രാഹുലിൻ്റെ സംഭാവന. ജയ്സ്വാൾ അറ്റാക്കിംഗ് ക്രിക്കറ്റ് ശ്രമിച്ച് മാർഷിന് നിസ്സാര ക്യാച്ച് നൽകിയാണ് മടങ്ങിയത്, അതും 2ാം പന്തിൽ തന്നെ. തുടർന്നെത്തിയ ഗില്ലിന് ആയുസ് വെറും 3 പന്ത്. വീണ്ടും മാർഷിൻ്റെ കയ്യിൽ ക്യാച്ച്. സ്റ്റാർക്കിന് 2ാം വിക്കറ്റ്. ഏറെ പ്രതീക്ഷയോടെ എത്തിയ കോഹ്ലി ഓഫ് സ്റ്റമ്പിന് പുറത്തു വന്ന പന്ത് ഡ്രൈവിന് ശ്രമിച്ച് കീപ്പറിന് ക്യാച്ച് നൽകി മടങ്ങി. ഹേസൽവുഡ് തൻ്റെ തിരിച്ചുവരവ് ഗംഭീരമാക്കി. ആകെ ഒരു പ്രതീക്ഷ പന്തിലായിരുന്നു. എന്നാൽ കമ്മിൻസിൻ്റെ ബോളിൽ ക്യാരിക്ക് ക്യാച്ച് നൽകി പന്തും മടങ്ങി. രോഹിത്തും രാഹുലുമാണ് മത്സരം അവസാനിക്കുമ്പോൾ ക്രീസിലുള്ളത്. മഴ ആരെയാണ് സഹായിച്ചതെന്ന് ചോദിച്ചാൽ 2 ടീമിനെയും എന്ന് പറയേണ്ടി വരും. ഇന്ത്യ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്നു. എന്നാൽ ഓരോ ബ്രേക്കിന് ശേഷവും ഓസീസിന് ഫ്രഷായിട്ട് വീണ്ടും ബൗളിംഗ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിച്ചിൽ ഇന്ന് നല്ല ബൗൺസും സ്വിങ്ങും ഉണ്ടായിരുന്നു. സ്റ്റാർക്കിൻ്റെ പന്തുകൾ മികച്ച രീതിയിൽ വായുവിൽ സ്വിങ് ചെയ്യുന്നത് കാണാമായിരുന്നു. 5 തവണയാണ് ഇന്ന് മഴ രസം കൊല്ലിയായെത്തിയത്. ഇനി ശേഷിക്കുന്നത് 2 ദിവസമാണ്.